നേന്ത്രപ്പഴവും ബ്രെഡും വെച്ചിട്ട് വൈകുന്നേരത്തെ ചായക്ക് നല്ലൊരു ഈവനിങ് സ്നാക്കാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പഴുത്തു പോയ നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു അടിപൊളി റെസിപ്പി തയ്യാറാക്കാം. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. എപ്പോഴും ഒരുപോലെ ഈവനിങ് സ്നാക്ക് തയ്യാറാക്കുമ്പോൾ തികച്ചും വെറൈറ്റി ആയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതാ 1-2 കറുത്ത് പോയ പഴം ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അധികം മധുരത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. പഴമൊക്കെ അധികം അത്യാവശ്യം പഴുത്തതല്ലേ, അപ്പോൾ എന്തായാലും മധുരം ഉണ്ടാകും. പഞ്ചസാര താല്പര്യമില്ലെങ്കിൽ ശർക്കര പൊടിച്ചത് നമുക്ക് ചേർത്താൽ മതിയാകും. ഇനി നമുക്ക് ഈ പഴവും പഞ്ചസാരയും കൂടി നല്ലപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടോ നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ്. അപ്പോൾ മുട്ടയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പിന്നെ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മുതൽ ഒരു 1/4 ഗ്ലാസ് വരെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് മതിയാകും. അപ്പോൾ പാല് തന്നെ ചേർത്ത് കൊടുക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. അതും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർക്കുന്നുണ്ട്. അതുപോലെ വാനില എസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, നല്ലൊരു ഫ്ലേവർ കിട്ടും. വീണ്ടും മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് ഇതുപോലെ പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബ്രെഡിൻ്റെ അളവ് എന്നൊക്കെ പറയുന്നത് നമ്മളെ ഈ ഒരു നമ്മളെ മാവ് നമ്മൾ നുള്ളിയിടുന്നതാണ് എണ്ണയിലേക്ക്. അതുകൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ നുള്ളിയിടാൻ പറ്റുന്ന വിധത്തിലുള്ള മാവ് തയ്യാറാക്കുന്നത് വരെ നമ്മൾ ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നമുക്കൊന്ന് പിടിച്ച് നോക്കാം ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അതുപോലെ കുറച്ചൊന്ന് മാവ് ഇതുപോലെ ഡോ ആക്കി എടുക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ ബ്രെഡിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതാക്കി എടുക്കണം. അപ്പോൾ മാവ് ഇതുപോലെ നമുക്കൊന്ന് പിടിക്കാൻ കിട്ടണം. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് എണ്ണ ചൂടാവാൻ വെക്കാം. അപ്പോൾ എണ്ണ നല്ലോണം തിളച്ചതിന് ശേഷം വേണം നമ്മൾ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഓരോ നമ്മളിങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇനി മാറ്റുക. അതിനുശേഷം നമുക്ക് 2 ഭാഗവും ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കരിഞ്ഞു പോകാൻ ശ്രദ്ധിക്കണം കേട്ടോ. പെട്ടെന്ന് നമ്മൾ അതായത് തീ കൂട്ടി വെച്ചിട്ട് നല്ലോണം കരിയിച്ച് പോകരുത്. അപ്പോൾ പുറം ഭാഗം കരിഞ്ഞിട്ട് ഭയങ്കര ക്രിസ്പി ആയിട്ട് ഉൾഭാഗം വേവണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇത്. ഇതിൽ പഴവും പാലും അതുപോലെ മുട്ടയും ബ്രെഡും ഒക്കെ ചേരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ശർക്കര താല്പര്യമുള്ളവർക്ക് അത് ചേർക്കാം, പഞ്ചസാര ഒഴിവാക്കാം. പഴം മധുരമുള്ളതായതുകൊണ്ട് തന്നെ അധികം പഞ്ചസാരേൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും പഴമൊക്കെ കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കണേ.